എല്ലാവർക്കും ഫ്ലവർ ഇംപ്ലാന്റ്സിലേക്ക് സ്വാഗതം. ടെക്സസ് ഏജ് നിക്കോഡിയ എന്നൊക്കെ പറയുന്ന ചെടിയുടെ ഫാമിലിയിൽ പെട്ടിട്ടുള്ള ഒരു ചെടി തന്നെയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഇത് കണ്ടോ, നിറച്ച് പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു പ്രകൃതമാണ് ഈ ചെടിക്ക് ഉള്ളത്. പൂക്കളുടെ മുട്ടുകളെല്ലാം ഒരുമിച്ച് വിരിയും. നാളത്തേക്ക് വിരിയാനായിട്ട് ചിലപ്പോൾ വളരെ കുറച്ച് മുട്ടുകൾ മാത്രമാണ് ഈ ബാക്കിയുള്ളത്. അതാണ് ഇതിന്റെ ഒരു പ്രകൃതം. ഇനി ഇതിൽ പൂക്കൾ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസം ഈ ചെടി ഫ്രീ ആയിട്ട് നിൽക്കും. ഈ പൂക്കൾ കൊഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നിന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇതേപോലെ തന്നെ നിറച്ച് മുട്ടുകൾ വിരിയും. അപ്പോൾ വളപ്രയോഗം ഇതിന് അത്യാവശ്യമാണ്. ഈ പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു 19 എന്നുള്ള വളമൊക്കെ ഇട്ട് കൊടുക്കുക. പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന വളമാണ് NPK. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ തന്നെ പൂക്കൾ ഉണ്ടാവും. ഞാൻ നിർത്തിയിരിക്കുന്നത് ഒരു 8 ഇഞ്ചിന്റെ ചട്ടിയില 8 ഇഞ്ചല്ല 10 ഇഞ്ചിന്റെ ചട്ടിയിലാണ് ഞാൻ ഈ ചെടി നിർത്തിയിരിക്കുന്നത്. ഇതിൽ നിറച്ച് ഇതേപോലെ തന്നെയാണ്. പൂക്കൾ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഫുള്ള് പൂക്കളായിരിക്കും. പൂക്കളില്ലാത്തപ്പോൾ ഒരു പൂ പോലും ഉണ്ടാവില്ല. ഇതിന്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് കമ്പുകൾ കുത്തിയിട്ടാണ്. കമ്പുകൾ അങ്ങനെ വളരെ ഈസി ആയിട്ട് പിടിച്ചു കിട്ടുന്ന ഒന്നല്ല, എങ്കിലും അത്യാവശ്യമൊക്കെ പിടിച്ചു കിട്ടുന്നുണ്ട്. ഒരു മഴ സമയത്തൊക്കെയാണ് കുത്തുന്നതെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് ഒരുവിധം നല്ല രീതിയിൽ വേര് പിടിച്ച് കിട്ടും. പിന്നെ മണ്ണ് ചകിരിച്ചോറോ അല്ലെങ്കിൽ മണലോ ഒന്നും മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കമ്പുകൾ കുത്തി പിടിപ്പിക്കാനായിട്ട്. പ്യുവറായിട്ടുള്ള മണ്ണിൽ വെച്ചാൽ മതി. മണ്ണിൽ വെക്കുമ്പോഴാണ് കൂടുതലായിട്ട് വേര് പിടിച്ച് കിട്ടുന്നത്. പിന്നെ ഇതിന്റെ മണമൊന്നുമില്ല, പൂക്കൾക്ക് സ്മെല്ലൊന്നുമില്ല. കാണാനുള്ള ഈ ഒരു ഭംഗി തന്നെയാണ് മെയിൻ. പിന്നെ ഇതിൽ നിറച്ച് ഈച്ചകൾ തേൻ കുടിക്കാനായിട്ട് ധാരാളം വന്നിരിക്കുന്നുണ്ട്. ഈ ചെടിയുടെ തൈകൾ കുറച്ച് അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം, അതിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. നമുക്ക് ഇതിന്റെ കൊറിയർ സർവീസ് വഴിയോ അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയോ ഒക്കെ ചെടികൾ അയച്ചു തരാൻ പറ്റും.